ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യുന്ന കുറച്ച് ലെഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തില്ല. അപ്പം അതിന് മുമ്പ് എന്നെ ചിന്തിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ ഇത് ലെഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്തത്. അപ്പം ലെഡ്സ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി തന്നെ കുറച്ച് വീഡിയോസ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഞാൻ ഓൾറെഡി തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഈ ലെഡ്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത ലെഡ്സ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് ഒന്ന് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡാവിഞ്ചി റിസോൾവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കളറിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരാം. കളറിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സിനിമാറ്റിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സിനിമാറ്റിക്കിൻ്റെ വരുമ്പോൾ നമ്മൾ കണ്ട ഓരോന്നും നമുക്ക് മാറി മാറി കൊടുത്തു വയ്ക്കും. നല്ല അടിപൊളി ലെഡ്സ് കാണാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് നമ്മുടെ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കുക. കണ്ടോ, നല്ല അടിപ്പൻ ലെഡ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ക്ലിപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഓരോ ക്ലിപ്പിലും ഓരോ രീതിയിലായിരിക്കുന്നത്. ഇനി കൊമേഴ്ഷ്യലിലാണെങ്കിൽ കണ്ടോ എന്നെ എക്സാക്ട്ലി ഡാർക്കായിട്ട് അവിടെ പ്ലേസ്ഡ് ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടോ, നല്ല അടിപ്പൽ ലെഡ്സാണ്. ഈ ലെഡ്സ് ഒന്നും എന്തായാലും നമുക്ക് ചില ലെഡ്സൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വലിയ യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ നല്ല അടിപ്പൽ ലെഡ്സുകളാണ്. നല്ല ലോഗിലൊക്കെ നല്ല കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഈ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. കാരണം ഞാനൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ഒരു ലെഡ്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത്. ഇനി അടുത്ത് ഓരോന്നിനും ഓരോ സ്റ്റൈലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിലിം ലുക്സ് അത് നമ്മൾ ഇത് കണ്ട അതിൻ്റെ ഒരു ഡെപ്തും കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത കണ്ട. അപ്പം സ്കൈ, വാട്ടർ, ഗ്രീനറി അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഈ ലെഡ്സിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം പിന്നെ ആർട്ട് ഹൗസ് ഉണ്ട്. ആർട്ട് ഹൗസ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മോഡലായിരിക്കും അതെല്ലാം കാണുന്നത്. അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു പല ഷെയ്ഡ് വേരിയൻസ്, അത് ലെഡ്സിൻ്റെ പല വേരിയൻസാണ് ഇത് കിട്ടുന്നത്. പല ടോൺസ്, അങ്ങനെയുള്ള ഹ്യൂ, സാച്ചുറേഷൻസ് ഒക്കെ വ്യത്യാസങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതിനകത്തും കൂടെ ഒന്ന് കാണിച്ചത് ഇതൊരു ഒരു ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന പുള്ളീൻ്റെയാണ്. അപ്പം നമുക്കുള്ള കൊമേഴ്ഷ്യൽ എന്നിട്ട് നമുക്ക് കണ്ടോ അതിൻ്റെ ഡെപ്ത്ത് കണ്ടോ, നമുക്ക് വേറെ ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ലെഡ്സ് മാത്രം ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലായിട്ടും അതിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യും. സിനിമാറ്റിക്കാണ്, സിനിമാറ്റിക്കിൻ്റെ രീതിയിലുള്ള ആർട്ട് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ. അപ്പം ഈ ഏകദേശം ഒരു 10-30 ലെഡ്സ് ഉണ്ട്. അപ്പോൾ ഈ അടിപൊളി ലെഡ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നത്. ഓക്കെ, ബൈ, താങ്ക്സ്.